ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ബോണ്ടയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസ് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം നമ്മുടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പുഴുങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. പൊട്ടറ്റോ നമുക്ക് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. ഇനി സെയിം പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ആവശ്യമുള്ളവർക്ക് അത് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിത് ആഡ് ചെയ്യുന്നില്ല. ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മാഷ്ഡ് പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ബേസൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു തിക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ റോളുകൾ ബോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഓരോ ചിക്കൻ ബോളും ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുള്ള ചിക്കൻ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം.
ഇപ്പം നിങ്ങളെല്ലാവരും നല്ലൊരു ചിക്കൻ ബോണ്ടയുടെ റെസിപ്പി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.